മോഹിനിയാട്ടം, തെയ്യം തുടങ്ങിയ കലാരൂപങ്ങൾ കേരളത്തിന്റെ അഭിമാനങ്ങളാണ്. കേരളപ്പിറവി ദിനം നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും സ്നേഹിക്കാനും സംരക്ഷിക്കാനും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കേരളം നമ്മുടെ അഭിമാനം, മലയാളം നമ്മുടെ ഹൃദയം. നന്ദി, നമസ്കാരം. നമ്മുടെ ദേശം ജന്മമെടുത്തൊരു സുദിനം നവംബർ 1. ഉത്സുകരായി പാടാം ജയ് ജയ് നാടിൻ മക്കൾ നമ്മൾ. ഉണരൂ കേരള നാടേ ജനതേ, ഉണരൂ ഉണരൂ ഉണരൂ. എ. ശ്രീധരമേനോന്റെ ചരിത്ര പുസ്തകത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ ലഭിച്ച ഒരു കൊച്ചു വിവരം. കേരളം രൂപം കൊണ്ടതു മുതൽ 1957 ഒരു പുതിയ മന്ത്രിസഭ നിലവിൽ വന്നതുവരെയുള്ള ചരിത്ര സംഗ്രഹമാണ് നിങ്ങൾക്ക് മുന്നിൽ അരങ്ങേറുന്നത്. ചരിത്രത്തോടൊപ്പം ചരിത്രാതീത കാലത്തെക്കുറിച്ച് ഐതിഹ്യങ്ങളുണ്ട്. ഐതിഹ്യം കേട്ടുകേൾവി മാത്രമാണ്. പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളം ഉണ്ടായി എന്നത് ഐതിഹ്യമാണ്. പക്ഷേ പരശുരാമൻ കേരളത്തിലെ ആദ്യത്തെ രാജാവായിരുന്നു എന്നും കണ്ടുകിട്ടിയതിൽ ഏറ്റവും പഴയ നാണയമായ രാശി എന്ന സ്വർണ്ണ നാണയം അദ്ദേഹത്തിൻ്റെ സംഭാവനയാണെന്നും കരുതുന്നു. വിശാലമായ തമിഴകത്തിൻ്റെ ഭാഗമായിരുന്നു കേരളം. വേണാട്, കുട്ടനാട്, പൂഴിനാട്, കക്കാനാട്, കുടനാട് എന്നിങ്ങനെ കേരളം 5 നാടുകളായി വിഭജിച്ചിരുന്നു. തമിഴക ബന്ധത്തിൽ നിന്ന് ഉടലെടുത്തതായിരുന്നു വഞ്ചിപ്പാട്ടും ഊഞ്ഞാൽപ്പാട്ടും ആർപ്പുവിളിയും മറ്റും. കേരളത്തിൽ ഒട്ടേറെ മതങ്ങൾ ഒന്നിച്ചു ചേർന്നതിൻ്റെ കഥ വിജ്ഞാനപ്രദമായ ഒരു പഠന വിഷയമാണ്. ജൈന ബുദ്ധ മതങ്ങൾക്ക് പുറമെ ക്രിസ്തുമതം, യഹൂദമതം, ഇസ്ലാം മതം എന്നിവയെല്ലാം കേരള മണ്ണിൽ വേരുറപ്പിച്ചു. കുലശേഖര ചക്രവർത്തിമാർ മഹോദയപുരം തലസ്ഥാനമാക്കി വാണിരുന്ന 2ാം ചേര സാമ്രാജ്യത്തിൻ്റെ കാലമാണ് 9, 10, 11 നൂറ്റാണ്ടുകൾ. മലയാള ഭാഷയും സാഹിത്യവും രൂപം കൊണ്ടു തുടങ്ങുന്നത് കുലശേഖരന്മാരുടെ കാലത്താണ്. 9ാം ശതകത്തിൻ്റെ ആരംഭത്തിൽ മലയാളം ഒരു സ്വതന്ത്ര ഭാഷയായി ഉരുത്തിരിയാൻ തുടങ്ങുകയും കാലക്രമേണ തമിഴിൽ നിന്ന് വേർപെടുകയും ചെയ്തു. ശങ്കരാചാര്യർ, ശക്തിഭദ്രൻ, കണ്ണശന്മാർ, ചെറുശ്ശേരി, എഴുത്തച്ഛൻ, പൂന്താനം, മേൽപ്പത്തൂർ തുടങ്ങിയവരുടെ കാലഘട്ടമാണിത്. നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനായിരുന്നു മലയാള ഭാഷയ്ക്ക് തനതായ ഒരു രൂപം നൽകിയത്. കൂത്ത്, കൂടിയാട്ടം മുതലായ പുതിയ കലാരൂപങ്ങളും 9ാം ശതകം മുതൽ ക്ഷേത്രങ്ങളിൽ രൂപം കൊണ്ടു. AD 999 ചോളന്മാർ കേരളത്തിനെതിരായ അവരുടെ ആക്രമണ പരമ്പര ആരംഭിച്ചു. ചോള-ചേര യുദ്ധകാലത്ത് കേരളത്തിൽ നിർബന്ധിത സൈനിക സേവനം നടപ്പിലാക്കപ്പെട്ടു. ജനങ്ങൾ തങ്ങളുടെ പരമ്പരാഗത ജീവിതവൃത്തികൾ കൈവിട്ട് ആയുധങ്ങൾ അണിയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി. കേരളത്തിലുടനീളം കളരികൾ സ്ഥാപിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയാണ്. പിന്നീട് സാമൂതിരിമാരുടെ ഭരണകാലത്ത് കളരിയിൽ പരിശീലനം പൂർത്തിയാക്കിയ യുവാക്കളെ സൈന്യത്തിൽ അംഗമാക്കുന്ന പതിവ് ഉണ്ടായിരുന്നു.
12 വർഷത്തിലൊരിക്കൽ വള്ളുവനാട്ട് രാജാവിൻ്റെ അധ്യക്ഷതയിൽ മാമാങ്കം നടത്തുന്ന തിരുനാവായ സാമൂതിരി പിടിച്ചെടുത്തു. പിന്നീട് അങ്ങോട്ട് എല്ലാ മാമാങ്കങ്ങളിലും സാമൂതിരിയെ വധിച്ച് നഷ്ടാധികാരം വീണ്ടെടുക്കാൻ ചാവേർ പടയാളികളെ വള്ളുവക്കോനാതിരി അയക്കാറുണ്ടായിരുന്നു. കേരള ചരിത്രത്തിലെ വികാരഭരിതമായ ദുരന്ത കഥകളിൽ ഒന്നായിരുന്നു കുഞ്ഞാലിമാരുടെ പതനം. ഒരിക്കൽ അവരുടെ സംരക്ഷകനും തമ്പുരാനുമായിരുന്ന സാമൂതിരിയുടെ നീചമായ വഞ്ചന കുഞ്ഞാലിമാരുടെ അന്ത്യത്തിന് കാരണമായി. കുഞ്ഞാലിമാർ പോർട്ടുഗീസുകാരുടെ പേടി സ്വപ്നമായിരുന്നു. ആര്യ സംസ്കാരവും ദ്രാവിഡ സംസ്കാരവും യോജിച്ചതോടെ ആചാരങ്ങളിലും ജീവിത രീതിയിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പഴയ പേരുകളായ ചിലമ്പനും കൊലുമ്പനും രാമനും കൃഷ്ണനും ആയി മാറി. പഴയ ആരാധനാ രീതികൾ മാറി ബ്രാഹ്മണ രീതിയിൽ ആരാധനകൾ നടത്താൻ തുടങ്ങി. എന്നാൽ സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തി. കേരളത്തിൽ ജാതി വ്യത്യാസങ്ങൾ പ്രകടമായി. മുൻകുടുമ കേരളത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. ഓരോ ഗ്രാമത്തിലും ആശാരി, മൂശാരി, കൊല്ലൻ, തട്ടാൻ, ക്ഷുരകൻ, അലക്കുകാരൻ, കുശവൻ എന്നിവരുണ്ടായിരുന്നു. രണ്ടാം ചേര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയോടെ പല നാടുവാഴികളും നാടും സ്വതന്ത്രമായി. വേണാട് പെരുമ്പടപ്പ് സ്വരൂപം, കോഴിക്കോട് സാമൂതിരി, ചിറക്കൽ കോലത്തിരി എന്നിവരായിരുന്നു പ്രധാന രാജാക്കന്മാർ. ഇംഗ്ലീഷ് കമ്പനിക്കെതിരെ പാലിയത്തച്ഛൻ, വേലുത്തമ്പിതളവ, പഴശ്ശിരാജ എന്നിവരുടെ നേതൃത്വത്തിൽ പല സമരങ്ങളും നടന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ അയിത്തത്തിനെതിരെ പല പ്രക്ഷോഭങ്ങളും നടന്നു. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ സാംസ്കാരിക ഉന്നതിക്ക് വേണ്ടി നിരന്തരം പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, സഹോദരൻ അയ്യപ്പൻ തുടങ്ങിയവർ ഇവരിൽ പ്രമുഖരായിരുന്നു. കേരളത്തിലെ ജാതി വിവേചനം കണ്ട് കേരളം ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് മറക്കാവുന്നതല്ല. വിവിധ ജാതികളും മതങ്ങളും ചേർന്ന് കേരളത്തിൽ ഒരു വ്യത്യസ്ത സംസ്കാരം രൂപപ്പെട്ടു. അതോടൊപ്പം വ്യത്യസ്ത കലാരൂപങ്ങളും തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, കൂടാതെ മാർഗംകളി, ഒപ്പന, ദഫ്മുട്ട്, കോൽക്കളി. ഖൈറുൽ വറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദ്, ഖൈറുൽ വറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദ്, അർവാഹുകൾ കദീപദി, അർവാഹുകൾ കദീപദി, അഷ്റഫുൽ ഖൽഖാം നബി സിർസിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല, സിർസിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല. 1957 ശ്രീ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ മന്ത്രിസഭ രൂപം കൊണ്ടു. ഒന്നാം മന്ത്രിസഭയിലെ അംഗങ്ങൾ
സി അച്യുതമേനോൻ, കെ പി ഗോപാലൻ, കെ ആർ ഗൗരിയമ്മ, ജോസഫ് മുണ്ടശ്ശേരി, ടി വി തോമസ്, പി കെ ചാതൻ മാസ്റ്റർ, ടി എ മജീദ്, കെ സി ജോർജ്, വി ആർ കൃഷ്ണയ്യർ, എ ആർ മേനോൻ എന്നിവരായിരുന്നു. അതിബൃഹത്തായ കേരള ചരിത്രത്തിലേക്കുള്ള ഒരു ചെറിയ എത്തിനോട്ടം മാത്രമാണിത്.